വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുടങ്ങലിൻ്റെ നെയ്യപ്പം ഉണ്ടാക്കിയാലോ? ഹെൽത്തിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു സ്വല്പം പച്ചരി, കുടങ്ങൽ, പിന്നെ ഞാനൊരു സ്വല്പം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് ശർക്കര, 2 ഏലയ്ക്ക, എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ മാവെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം ചേർത്ത് നന്നായിട്ട് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതി വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ചേർത്ത് കൊടുക്കാം. ഉപ്പോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ നമുക്ക് വയ്ക്കാം. ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർക്കാം. നമുക്ക് നമ്മുടെ നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയാമേ. വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മാവ് കോരി ഒന്ന് ഒഴിക്കാം. പക്ഷേ ഇതിനകത്ത് ഗൈസ് ഞാൻ ഇച്ചിരി എള്ള് ഇടാനില്ല. എള്ള് വിളയിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം. അതുകൊണ്ട് ഞാനൊരു സ്വല്പം ജീരകം ഇട്ട് ഇതിനകത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി ഒഴിക്കാം. നമ്മുടെ നെയ്യപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. നിങ്ങളതിൻ്റെ ഷേപ്പ് ഒന്നും കണ്ട് വിഷമിക്കണ്ട. കുടങ്ങിൽ വെച്ചുള്ള നെയ്യപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? നല്ല മഴയുണ്ടായിരുന്നു. അപ്പം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ തുറന്നപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് കുടങ്ങിൽ നിൽക്കുന്നു. ഒരു നെയ്യപ്പത്തിൻ്റെ കൊതി തോന്നി. അപ്പം ഇച്ചിരി കുടങ്ങിൽ കുറച്ചുകൊണ്ട് ഒന്നിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം.